ഇപ്പൊ മീറിൻ സഹായിക്കുന്നുണ്ട്. വി അവന്റെ കമ്പനി ജോലി ചെയ്യുന്ന എല്ലാരും ചെന്ന് നേരിട്ട് കണ്ട് സ്മൈൽ ചെയ്തോണ്ടിരിക്കും. ഹായ് എങ്ങനുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോവും. അപ്പോഴാണ് വിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവ അല്ലെങ്കിൽ ഷോക്കായിരിക്കുന്നത്. ഇത് കണ്ട് അവൾ അവനോട് പറയും, മിസ്റ്റർ വി നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്, എല്ലാരും ഒന്ന് ഷോക്കായിരിക്കുക. പക്ഷെ എല്ലാവർക്കും ഇത് സന്തോഷമുണ്ട് കേട്ടോ, കാരണം നിങ്ങൾ ഇങ്ങനെ സ്മൈൽ ചെയ്ത ഇതുവരെ ആരും കണ്ടു കാണത്തില്ല. എന്നിട്ട് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നോൺ അവന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അങ്ങനെ സെക്രട്ടറിയും വി ചിരിച്ചോണ്ട് സംസാരിക്കുന്നുണ്ട്. അവള് ഷോക്കായി നോണിനെ വിളിച്ച് കാണിക്കും. അപ്പോഴാണ് അവനും മെയ്വാക്കിനെയും മറ്റേനും വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഇവൾക്കും പിടി കിട്ടാതെ, മിസ്റ്റർ നോൺ ഈ മീറിനൊരു സംഭവം തന്നെ, ഞാൻ ഇതുവരെ മിസ്റ്റർ വി ചിരിച്ച് കണ്ടിട്ടേ ഇല്ല. ആ ഫേസിലെ സന്തോഷം നോക്കെ, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. എന്നിട്ട് അവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നോണിന്റെ കൂട്ടുകാരി ടാനിയും വരുന്നത്. ഇത് കണ്ട് അവനും, ടാനിയ ആരോടും പറയാതെ നേരത്തെ ഇങ്ങനെ ഒന്നല്ല, എന്തോ പറ്റി എന്തേലും സ്പെയ്ത. അവനും ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിരിക്കും. അതിനുശേഷം വിയും മീറിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് ടാനിയും ദേഷ്യത്തി, നോൺ ഞാനല്ലേ നിങ്ങളുടെ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത് എങ്ങനെ, മര്യാദയ്ക്ക് അവന്റെ സെക്രട്ടറി ഇപ്പൊ തന്നെ ജോലിന്ന് പുറത്താക്ക്, അല്ലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. എന്നിട്ട് അവളും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് നോണ് ടെൻഷനായി, എടി നിന്റെ ഡോക്യുമെന്റിംഗിൽ എടുത്തോണ്ട് ഓടി. എന്നിട്ട് അവൻ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ടാനിയും നോണിനെ ഒരുമിച്ച് കണ്ടുടനെ ഇവരുടെ അകത്തുനിന്ന് ഡിസ്കസ് ചെയ്യും. മിസ്റ്റർ വി നോൺ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടാനിയോട് ഡീൽ ഇട്ടേക്കുക, അത് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ബോർഡ് മെമ്പേഴ്സിനെല്ലാം ടാനിയെ അറിയാം, അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ ഇതുവരെ നമ്മുടെ ഡീൽ കൺഫേം ആയില്ലല്ലേ, ഞാൻ വേണേ ബിഗ് നോയിനെ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഓ വേണ്ട, ഞാൻ അവര് വിളിച്ചായിരുന്നു രാവിലെ, പക്ഷെ അവര് ഫോൺ എടുത്തില്ല. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും, മിസ്റ്റർ വി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാളില് നമുക്ക് മീറ്റിംഗ്, ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്താതെ നാളെ നമ്മൾ മീറ്റിംഗിന് പോയാൽ നാണം കിടത്തില്ല. എങ്കിൽ പിന്നെ അവർക്ക് പകരം നമ്മൾ വേറെ ആരെങ്കിലൊക്കെ തപ്പാം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. എന്നിട്ട് അവള് പറഞ്ഞ ഉടനെ അവനും ദേശീയ ചാടി നിൽക്കും. മെറിൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെ അത് ബിഗ് നോയ് മാത്രമേ ആയിരിക്കത്തുള്ളൂ, ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്താൽ പിന്നെ അത് മാറ്റത്തില്ല. എന്നിട്ട് നോണും വിയും കൂടെ അടുത്ത ദിവസം മീറ്റിംഗിന് വേണ്ടി എല്ലാ ഏർപ്പാടും റെഡിയാക്കും. അങ്ങനെ നോണിന് ടാനിയെ സെറ്റ് ആയതുകൊണ്ട് അവൻ ഡയറക്റ്റ് അവളെ പിക്കപ്പ് ചെയ്തുകൊണ്ട് കമ്പനിയിലേക്ക് ചെല്ലും. അതേസമയം ഇതുവരെ ആന്റി നോയുടെ അടുത്തിരുന്ന് ഒരു കൺഫർമേഷൻ വരാത്തോണ്ട് മീറിൻ നേരിട്ട് തന്നെ അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. പക്ഷെ അവിടെ അങ്ങ് അവര് കാണത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വിയും കാറുമായിട്ട് വന്നിട്ട്, മെറിൻ അവിടെ ചുമ്മാ വായി നോക്കി നിൽക്കണ്ട, വന്ന് വണ്ടി കയറി നമുക്ക് മീറ്റിങ്ങിന് പോകാം. ഏതിന് അവൻ വിളിക്കുമ്പോഴാണ് അവളും, വി നിനക്കെങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉള്ളതെന്ന്. ഏതിന് അവള് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, അത് പിന്നെ അറിയാലോ, നമ്മൾ ഇവരെ തപ്പിയല്ലേ നടക്കുന്നത്, നീ ഒന്ന് വണ്ടി കയറി, അവർ മിക്കവാറും കാണത്തില്ല. ഏതിന് അവനും അവളെ വിളിച്ചോണ്ട് കമ്പനിയിലേക്ക് പോകും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ടാനിയും നോനും കൂടെ അടുത്തേക്ക് വരുന്നത്. വി ഗുഡ് മോർണിംഗ്, നിന്നെ കണ്ടിട്ട് കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നില്ല, എന്തായി ഇൻവെസ്റ്ററിനെ സെറ്റ് ചെയ്തോ? എന്നിനെ നോയും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ആര് പറഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കുവാന്ന്, സത്യം പറഞ്ഞാലേ ഞാനിപ്പോ പേടിച്ചു ഇറക്കുക, കാരണം ഞാൻ ആരെ കണ്ടെത്തിയാലും നിന്നെയും ടാനിയും എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ, നിങ്ങളൊരു ഗ്രേറ്റ് ടീം അല്ലേ. എന്നിന് അവനും പറയുമ്പം പ്രാവശ്യം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നോൺ ഇല്ലല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ട് ജോലിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വന്നതാണ്. എന്നിന് അവരും കളിയാക്കി ചിരിക്കും. അപ്പോഴാണ് ടാനിയും പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ലക്ഷം നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിന് അവൾ പറയുമ്പോഴാണ് അപ്പൂപ്പനും, ഓ മിസ് ടാനിയ ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ ഇല്ല. എന്നിന് അപ്പൂപ്പന് സമ്മതം കൊടുക്കാൻ വരുമ്പോഴാണ് വി ഇടക്കേറി തടയുന്നത്. മിസ് ടാനിയ നിങ്ങൾ എന്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പോലെ എനിക്ക് തോന്നിയ, നിങ്ങൾ ഫുള്ളും നോണിന് സപ്പോർട്ടാ, അതുകൊണ്ട് ഞാൻ വേറെ ഒരാളിനെ തപ്പി കണ്ടുപിടിച്ചോളാം. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് നോണിന്റെ അമ്മയും, മോനെ വി ഇത്രയും ദിവസം നിനക്ക് സമയം കിട്ടിയിട്ടും നിന്റെ അടുത്തുള്ള സീറ്റ് ഇപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുവാണല്ലോ, എന്തേ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആള് ആരെയും കിട്ടിയില്ല, എങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നീ ആരെങ്കിലും ഒപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കും. എന്നിന് അമ്മയും കളിയാക്കി ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ബിഗ് നോയും വരുന്നത്. സോറി ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി, എനിക്ക് രാവിലെ കുറച്ച് തലവേദനയായിരുന്നു, അതാ ഞാൻ എഴുന്നേക്കാൻ താമസിച്ച. മെറിൻ നീ അവിടെ തന്നെ ഇരിക്കാൻ പോവാണോ, വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യ്, എനിക്ക് നടുവേദന എടുക്കുന്നു. ഏതിന് അവരകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം ഞെട്ടിപ്പോവും. അപ്പോഴാണ് വിയും ചാടി എഴുന്നേറ്റ്, ഇനിയിപ്പോ ഞാൻ സംസാരിച്ചോട്ടെ, ഇതാണ് ഞാൻ ഒപ്പിച്ച വ്യക്തി, ദ ഗ്രേറ്റസ്റ്റ് ബിഗ് നോയ്. ഏതിന് ആ പേര് കേട്ട ഉടനെ അവിടെ ഫുള്ളും ചർച്ചയാകും. അതിനുശേഷം അപ്പൂപ്പനും ആന്റി നോയും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ പുറത്തേക്ക് വരും. അപ്പോഴാണ് ടാനി അവളോട്, ഒവി നിന്റെ സെക്രട്ടറി ആണോ ഇവരെ കണ്ടുപിടിച്ചത്, എങ്ങനെ അവൾക്ക് പരിചയം, ഒരു പക്ഷേ അവരുടെ വീട്ടിൽ ജോലിക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, നല്ല എക്സ്പീരിയൻസ് ആണല്ലേ, കാരണം അവർ വന്നപ്പോ തന്നെ നീ അടുത്തേക്ക് ചെന്ന് പൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ടല്ലേ. ഏതിന് അവളും എന്തോ വാല്യൂ വരുന്നത്. ഏതിന് അവള് ചൂടാകുമ്പോഴാണ് വിയും, മിസ് ടാനിയ ഞാൻ വിചാരിക്കുന്നത് എന്റെ അപ്പൂപ്പൻ നിന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലെന്ന്, കാരണം നീ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചുമ്മാ തമാശക്ക് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാ ഒരു നല്ല ഇൻവെസ്റ്ററിനെ കിട്ടിയ ഉടനെ നിന്നെ വേണ്ടെന്ന് വെച്ച്. ഏതിന് അവനും പറയുമ്പോഴാണ് അവളും തർക്കിക്കുന്നത്, ഞാൻ സീരിയസ് ആയിട്ടോ അല്ല തമാശക്കായിട്ടോ നിങ്ങളുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ ഞാൻ പൈസ ഇല്ല തരുന്നത്, നിങ്ങൾക്ക് അതുപോലെ. ഏതിന് അവളും ചോദിക്കുമ്പോൾ മീറിനും അവളെ സമാനപ്പെടാൻ പറയും. ഇത് കേട്ട് ടാനിക്ക് ദേഷ്യം വന്നിട്ട്, എന്നോട് മിണ്ടായിരിക്കാൻ പറയാൻ നീ ആരാടി. എന്നിന് അവള് ദേഷ്യപ്പെട്ട ഉടനെ വീക്കും ദേഷ്യം വരും. അവണ്ടില്ലേ എന്തൊരു പാവമായിട്ടുള്ള ഫേസ്, എന്നിട്ട് നീ സൈലന്റ് ആയിട്ട് രണ്ട് ബോസുമാരെ വളച്ചിടാൻ നോക്കുക അല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചോട്ടെ, നിന്റെ കാഴ്ചപ്പാടി നിനക്ക് ആരെ ഇഷ്ടമാക്കുക. നോൺ വി നിങ്ങൾ രണ്ടൊരു അകത്തേക്ക് വന്ന്. ഏതിന് അപ്പൂപ്പനും പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴാണ് വിയും മീറിനെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ടാനിയും പുറകെ ചെന്നിട്ട്, അയ്യോ മോളെ ഒരു സെക്കൻഡ് നിക്ക്, ഞാൻ ചോദിച്ചതിന് ഇതുവരെ റിപ്ലൈ കിട്ടില്ലല്ലേ, നൈസിന് അങ്ങ് മുങ്ങാന്ന് വിചാരിച്ചല്ലേ. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് മീറിനും, സോറി ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ഒന്നും ഉത്തരം പറയത്തില്ല, എന്റെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട്
അതുകൊണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന നിർത്ത്. എന്നിന് അവള് പറയുമ്പോഴാണ് ടാനിക്കും ദേഷ്യം വന്നിട്ട്, ഞാൻ നിർത്താനോ? ആദ്യം നീ നിർത്തടി. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ്, നീ അവന്റെ സെക്രട്ടറി ജോബിൽ നിന്ന് റിസൈൻ ആയി പോയി കാണിച്ചു കൊടുക്കും. നീ തന്നെ തീരുമാനിച്ചോ. എന്നിന് അവളും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതേസമയം അകത്ത് മീറ്റിംഗ് വെച്ച് അപ്പൂപ്പന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, ബിഗ്നോയ്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട്. അതേപോലെ നോൺ, ടാനി നീ വെറുതെ പറഞ്ഞയക്കണ്ട. അവൾക്ക് നമ്മുടെ കമ്പനിയോട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവളെയും പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാം. അതേപോലെ ഈ പ്രോജക്ട് ഫുള്ളും ഞാനും കൂടെ ഇരുന്ന് നോക്കും. എന്നിന് അവരുണ്ട് സംസാരിക്കുന്നതായിട്ട് നോൺ ഇഷ്ടപ്പെടാതെ അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. അപ്പോഴാണ് റിലാക്സ് ചെയ്യാം. കാരണം എപ്പോഴും എനിക്ക് സ്ട്രെസ് ആകുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. നീ ടാനിയെ പറഞ്ഞിട്ടൊന്നും വിഷമിക്കണ്ട, അതൊക്കെ നീ മറന്നേക്ക്. എന്നിന് അവ സമാനപ്പെടുത്തുമ്പോഴാണ് അവളും പറയുന്നത്, ഓ അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും എന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന്. എനിക്ക് നിന്നോട് ഫീലിങ്സ് ഇല്ലെന്ന് നിനക്ക് ഉറപ്പാണോ? എന്നിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം വിയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഓഫീസിലേക്ക് വരും. അപ്പോഴാണ് അവിടെ മീറില്ലാത്തണ്ട് അവൻ അവളെ ഫോൺ വിളിക്കുന്നത്. പക്ഷെ അവളുടെ ഫോൺ അവൾ കൊണ്ടുപോയി കാണത്തില്ല. അതോടെ അവനും ദേഷ്യത്തി, ഇവൾ എന്നെ ഒരു ബോസ് ആയിട്ട് ഇതുവരെ കണ്ടില്ല, ഞാൻ അവളെ ഓഫീസിലല്ലേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ, ഇവളിത് എവിടെ പോയി? എന്നിന് അവനും മീറിൻ ഉറക്കെ വിളിക്കും. അപ്പോഴാണ് ഇവന്റെ വിളി കേട്ടിട്ട് അവളും, നോൺ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, മിസ്റ്റർ വി എന്നെ വിളിക്കുന്നു. എന്നിന് അവന്റെ ചോദ്യത്തിരുന്ന് അവന്റെ സെക്രട്ടറി വിളിക്കാൻ പറയുന്നത്. പക്ഷെ അവൾ ഫോൺ കൊണ്ടുവന്ന് കാണത്തില്ല. ഇതറിഞ്ഞ് അവനും ടെൻഷനായി, മീറിൻ എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ആരെല്ലാം വരുന്നവരെ. എന്നിന് അവനും പറഞ്ഞ ഉടനെ അവൾ മൊത്തത്തിൽ പേടിക്കും. എങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചാലോ? ഇവിടെ നിലവിളിച്ചാൽ പുറത്തേക്ക് കേൾക്കത്തില്ല. എന്നിന് അവന്റെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം വിയും മിക്കവാറും നോൺ ആയിരിക്കും അവളും വിളിച്ചോണ്ട് എവിടേക്ക് പോയെന്ന് പറഞ്ഞ് അവൻ അവന്റെ സെക്രട്ടറിയോട് ചെന്ന് നോൺ അവിടെ ചോദിക്കും. അപ്പോഴാണ് അവളും മുകളിലുള്ള കാര്യം പറഞ്ഞ ഉടനെ ഇവനും പെട്ടെന്ന് അവരന്വേഷിച്ച് അവിടേക്ക് വരും. എടാ നീ എന്തോ എന്റെ സെക്രട്ടറിയോട് ചെയ്യുന്നത്? ഒരേശ ഇവളെ നീ നിന്റെ സെക്രട്ടറി ആക്കി മാറ്റാൻ നോക്കുവാണ്. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവനും, വി ഒരു സെക്കൻഡ്, എനിക്ക് എന്റെ സെക്രട്ടറി തന്നെ മതി, അവളാ നമ്പർ 1. പോരാതെ ഞാൻ ഇവളെ വിളിച്ചോണ്ട് വന്നതൊന്നുമില്ല, ഞങ്ങൾ അറിയാതെ കണ്ടുമുട്ടിയത്. എന്നിന് അവനും പറയുമ്പോഴാണ് വി അവളെ ചോദ്യം ചെയ്യുന്നത്, മെറിൻ നീ എന്തിനാ ഇവിടേക്ക് വന്ന്? ഞാൻ എത്ര സമയം കൊണ്ട് ചോക്ലേറ്റ് കോഫി അന്വേഷിച്ചോണ്ടിരിക്കാന്നറിയാം. ആദ്യം എനിക്ക് പോയി ഒരു കോഫി ഉണ്ടാക്കിട്ടോ, അല്ലെ വേണ്ട ഞാനും കൂടെ വരാം. എന്നിന് അവനും അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവും. അപ്പനും ദേഷ്യത്തി അവിടെ നിന്ന് കുറെ ഫയൽസ് ഒക്കെ എടുത്തിട്ട്, ഞാനിത് പിന്നെ തരാന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ മൂഡ് ഇപ്പം മാറി. നിന്നെ പോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള സെക്രട്ടറിക്ക് എത്ര വർക്ക് കൊടുത്താലും അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. സോ ഇതൊക്കെ നിനക്ക് ചെറിയ കാര്യം, കറക്റ്റ് അല്ലേ സീക്രട്ട് കീപ്പ് ചെയ്യുന്ന മാഡം? ഈ ഡോക്യുമെന്റ് ഫുള്ളും കറക്റ്റ് ആണെന്ന് വായിച്ചു ചോദിക്കുക. ഒരേശം നിനക്ക് ടോയ്ലറ്റിൽ പോകണം തോന്നിയാൽ പോലും ഞാൻ വിടത്തില്ല. പക്ഷെ ഈ ജോലി നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീയും ഓണും കൂടെ എന്തോ സംസാരിച്ചെന്ന് എന്നോട് പറയണം. എന്നിന് അവന് വീണ്ടും ചോദിക്കുമ്പോഴാണ് അവളും ഡോക്യുമെന്റ് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വായിച്ചു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ അവൾ പുറത്തോട്ടെങ്കിലും പോകാതെ അവൻ തന്ന ഫയൽസ് ഒക്കെ വായിച്ചിട്ട് അവൾ കിടന്നുറങ്ങുമ്പോഴാണ് ഇവളെ നോക്കാൻ വേണ്ടി വി അവിടെ കിടന്ന് തന്നെ ഉറങ്ങി കാണും. അപ്പോഴാണ് ഇവളിങ്ങനെ ഉറങ്ങി കിടക്കുന്നുണ്ട്. അവൻ അടുത്ത വെച്ച് വിളിക്കാൻ നോക്കും. അതിനുശേഷം അവൻ അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ലേഡിയും വരും. ഇത് കണ്ട് അവന് ഷോക്കായി അവളെ പിടിച്ച് അങ്ങോട്ട് മാറ്റിയിടും. മിസ്റ്റർ വി, ഞാൻ വിചാരിച്ചു നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യാതെ വീട്ടിലേക്ക് പോയെന്ന്, അതോ ഓഫ് ചെയ്യാൻ വേണ്ടി വന്ന്. അതിന് അവര് പറയുമ്പോഴാണ് മീറിനും ദേഷ്യത്തി, എടാ നീ എന്തിനാണ് ഇപ്പൊ എന്നെ എങ്ങനെ പിടിച്ച് തള്ളിയിട്ട്? ഞാൻ ജസ്റ്റ് കുറച്ച് സമയം ഓർമ്മ ചലക്കുന്ന, സത്യത്തിൽ എനിക്ക് വല്ല മുറി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സെക്രട്ടറി വന്ന് എന്റെ കാലി വീണാൽ പോലും ഞാൻ ക്ഷമിക്കത്തില്ല. എന്നിന് അവൾ അറിഞ്ഞോടെ അവനും ചിരിച്ചിട്ട്, നിനക്ക് രാത്രി ഫുള്ള് വർക്ക് ചെയ്തോണ്ട് ഭ്രാന്തായെന്നാ തോന്നുന്നു, നീ ആടി മണ്ടി എന്റെ സെക്രട്ടറി, ഇന്നത്തെ വർക്കൊക്കെ മതി, നീ വീട്ടിലേക്കോ, രാത്രി ഗുളികല്ലോ ഉണ്ടോ, ഇന്നത് കഴിക്കാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിന് അവനെ അവള് വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അതേസമയം നോൺ അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് വിയും, നോൺ നീ ഇതൊരു വീട്ടിൽ പോയില്ല? എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നിന് ഇവര് മൂന്നേരും കൂടെ ലിഫ്റ്റിനകത്ത് കയറും. അപ്പോഴാണ് ഇവര് കയറിയതോടെ ലിഫ്റ്റും പെട്ടെന്ന് വർക്ക് ചെയ്യാതെ പോകുന്നത്. ഇത് കണ്ട് വിയും, മെറിൻ നീ എവിടെ പോയാലും പ്രശ്നങ്ങളാണല്ലോ, കുറച്ചു സമയം മുമ്പ് നീ നോണിന്റെ കൂടെ റൂഫ് ടോപ്പിൽ പെട്ടുപോയി, ഇപ്പൊ നോൺ ഈ ശല്യം സഹിക്കാൻ പറ്റാതെ അവന് ഹെൽപ്പ് ലൈന് ഇവർ സ്ട്രക്കായ കാര്യം വിളിച്ചു പറയും. കണ്ട് നോൺ അപ്സെറ്റ് ആയി, സോറി നിങ്ങൾക്കിടയിൽ ഞാൻ വന്ന് പെട്ടെന്നാ തോന്നുന്നു. എന്നിന് അവനും പറഞ്ഞോടെ വിയും ചോദിക്കും, നോൺ എന്തോ പറ്റി, നിന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയോ? എന്നിന് അവനും ചോദിക്കുമ്പോൾ നോൺ ഒന്നും പറയാതെ ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് ലിഫ്റ്റ് വർക്ക് ആയതോടെ ഇവർ മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം വിയും അവൻ ചോദിച്ചിന് ഇതൊരു ഉത്തരം പറഞ്ഞില്ലെന്ന് നോണിനോട് പറയുമ്പോഴാണ് അവൻ അവസാനം വരെ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഇവരുടെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് നോണും പുറത്തേക്ക് വന്നിട്ട്, എനിക്കൊന്നും ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തില്ല, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ഇറിറ്റേറ്റ് ആയി. എന്നിന് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കേട്ട് വിയും, മെറിൻ അവനിപ്പോ ദേഷ്യത്തിലാണ് പോയത്, അവന്റെ സൗണ്ട് കേട്ടിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ പോലെ തോന്നിയത്. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത്, മിസ്റ്റർ വി നോൺ സീരിയസ് ആയിട്ടാ പറഞ്ഞിട്ടോ, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നിന് അവളും പറഞ്ഞിട്ട് അവനിങ്ങനെ ഫീൽ ആയിരിക്കും. അപ്പോഴാണ് അതേസമയം നോണിന്റെ അമ്മ മീറിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ ആളിനെ കാണിക്കുന്നത്. അങ്ങനെ അവനിപ്പം മീറി നീറോംബ് എന്ന് പറഞ്ഞ് ഫേക്ക് ആയിട്ട് ആ കമ്പനി ജോയിൻ ചെയ്തതെന്നറിയും. അതോടെ അവനും നോണിന്റെ അമ്മയെ വിളിച്ച് ഈ കാര്യം പറയും. മാം, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്.
എന്നിട്ട് ഇപ്പൊ മീറിന് വീട്ടിലേക്ക് ചെല്ലും. അമ്മേ, ഞാൻ വിചാരിച്ച ആന്റിനോ ഇന്ന് മീറ്റിങ്ങിന് വരത്തില്ലെന്ന്, പക്ഷെ അവസാന നിമിഷം ഒരു മാസം കാണിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അവള് സന്തോഷത്തിരിക്കുമ്പോഴാണ് അമ്മയും ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ മീറിൻ, നീ നിന്റെ ബോസിനെ സഹായിച്ചല്ല, ഇനി നീ ജോലി നിർത്താൻ പോവല്ല. എന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കും. ഇത് മനസ്സിലാക്കിയ അമ്മയും, മീറിൻ എന്തുവാ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഇനിയിപ്പോ നിന്റെ മനസ്സ് മാറിയോ? ഒരേശ നിനക്ക് ജോലിന്ന് പുറത്തു വരാൻ മനസ്സുവരാത്തോണ്ടാണോ, അല്ലെ വേറെന്തെങ്കിലും റീസൺ ഉണ്ടോ? മീറിൻ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ജോലി നിന്നെ കിട്ടിയത് അവന്റെ അമ്മയുടെ പേര് യൂസ് ചെയ്തോണ്ടാ. ഇതെന്തെങ്കിലും ഒരു ദിവസം അറിയുകയാണെങ്കിൽ പിന്നെ നിനക്കാ മൊത്തത്തിൽ സീനാവുന്നത്. അതിന്റെ ആവശ്യം വേണോ? ഇപ്പൊ തന്നെ നീ പുറത്തേക്ക് വരുന്ന നല്ലത്, അല്ലെങ്കിൽ അവനറിയുമ്പം പ്രശ്നം മൊത്തത്തിൽ വഷളാം. എന്നിന് അമ്മയും പറഞ്ഞ ഉടനെ ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഈ കാര്യം വീട് അമ്മയുടെ അടുത്ത് ആദ്യം പറയാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളെ ഫോളോ ചെയ്ത് നോണ്ട് അമ്മ അയച്ചാളും പുറകെ പോകുന്നത്. അങ്ങനെ അവളും വീടമ്മയെ ചർച്ച വെച്ച് മീറ്റ് ചെയ്യുമ്പോഴാണ് അവരിവള് വീട് ഫോട്ടോസ് ഒക്കെ എടുത്ത് കണ്ട് അവർ സന്തോഷത്തിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും പറയുന്നത്, ആന്റി, ഇനിയിപ്പോ എനിക്ക് ഇതേപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ആകാൻ പോവാ. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, മീറിൻ എന്തോ പറ്റി, അവൻ നിന്നെല്ലാം പറഞ്ഞായിരുന്നു? എന്നിന് അമ്മ ചോദിച്ചോടെ അവളും പറയും, ആന്റി, വി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ നല്ല പയ്യനാ, നിങ്ങൾ തന്നെ കണ്ടില്ലേ അവൻ എത്ര സന്തോഷമായിട്ടായിരിക്കുന്നതെന്ന്. ഇത് ഞാൻ ചെയ്ത തെറ്റിന് സ്വന്തമായിട്ടെടുത്ത തീരുമാനം, കാരണം നിങ്ങളുടെ പേര് യൂസ് ചെയ്തല്ലേ ഞാൻ ജോലിക്ക് കയറുന്നത്, അതെനിക്ക് തെറ്റായിട്ടാ തോന്നിയത്. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, മീറിൻ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുമല്ലെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നീ അവന്റെ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങല്ലെന്ന, കാരണം അവനിപ്പോ ആരുമില്ല, ഇനിയിപ്പോ നീ അവിടെ നിന്ന് പോയാൽ അവൻ മൊത്തത്തിൽ തകർന്നു പോകും. അതുകൊണ്ട് പ്ലീസ് നീ എനിക്ക് വേണ്ടി അവന്റെ കൂടെ തന്നെ ആ കമ്പനി ജോലി ചെയ്യാവോ. എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും, ആന്റി, വി ഇപ്പൊ നല്ലോണം വളർന്നില്ല, ഇനി നിങ്ങൾ തിരിച്ചു പോകാത്തെന്ത്, അവനിപ്പോ നിങ്ങൾ നല്ലോണം കെയർ ചെയ്തോളും. എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് അമ്മയും പറയുന്നത്, ഇല്ല മോളെ, ഇപ്പൊ ഞാൻ പോയാലും അവന്റെ അവസ്ഥ കുറച്ചും കൂടെ മോശമായിട്ട് മാറത്തേ ഉള്ളു. ഞാൻ പറഞ്ഞ പോലെ നീ അവിടെ തന്നെ ജോലി ചെയ്യണമെന്നില്ല, നീ ഒന്നും കൂടെ വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ച് നോക്ക്, നീ എന്റെ പേര് യൂസ് ചെയ്തത് എനിക്കൊരു വിഷമവും ഇല്ല, പോരാ ഇതിനെ കുറിച്ച് ആരറിയാമോന്ന്, എന്റെ സത്യം ആകെ അറിയാവുന്നത് നിനക്കും നിന്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും വിഷമിക്കാതെ മോള് സമാനിച്ച് പോയി കടന്നുറങ്ങ്. എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ യഥാർത്ഥത്തെ പേര് മീറിന്ന, നീറോമ്പെന്ന് എവിടെ അവളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൂടാതെ നിങ്ങളുടെ അതേ കമ്പനിയിലേക്ക് അവൾ മീറി എന്ന് പറഞ്ഞ് കുറെ പ്രാവശ്യം ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു തവണ പോലും കിട്ടിയില്ലെന്ന് അറിഞ്ഞ ഉടനെ അവൾ നീറോമ്പെന്ന് പേര് മാറ്റി വീണ്ടും അപ്ലൈ ചെയ്ത്, കാരണം വീടമ്മയുടെ പേര് അതായതുകൊണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം കിട്ടി. നിങ്ങൾ ഈ ചർച്ച ഉണ്ടോ, അവൾ എല്ലാ ആഴ്ചയും ഇവിടേക്ക് പോകും, കാരണം അവിടാണ് നിങ്ങൾ തപ്പുന്ന നീറോമ്പണുള്ള. ഏതിന് അവൻ ആ ഫോട്ടോ കാണിച്ചോടെ ഇത് കണ്ട് അമ്മയും ഷോക്കാകും. നീറോമ്പണോ, ഇവൾക്ക് എങ്ങനെ അവളെ പരിചയം? ഏതിന് അമ്മ ഷോക്കാകുമ്പോഴാണ് അവനും, മാം, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ നോക്കി, പക്ഷെ അമ്മ അവനോട് പറയും, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കണ്ടെത്താൻ നോക്ക്, പിന്നെ ഈ വിഷയത്തിനെ കുറിച്ച് നീ പുറത്ത് ആരോടും പറയില്ല. ആ നീറോമ്പ് എന്തിനാ വീട് സെക്രട്ടറി ഒരാഴ്ചയും മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് അറിയണം, നീ പോയി ബാക്കി ഇൻഫർമേഷൻ തപ്പ്, ആ വീക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അപ്പോഴാണ് നോണ്ട് അമ്മയും വീടമ്മയും തമ്മിലുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അങ്ങനെ വീടമ്മയും അവരുടെ കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നോണ്ടമ്മയും വരുന്നത്. ഇത് കണ്ടിട്ട് ഇവരെ നോണ്ടമ്മയെ പേര് വിളിക്കുമ്പോഴാണ് അവരും ദേഷ്യത്തി, നീറോമ്പൻ, നീ എന്റെ ബ്രദറിനെ കല്യാണം കഴിക്കുന്നുണ്ട്, എന്റെ അതേ ലെവലായെന്നൊന്നും വിചാരിക്കണ്ട, നീ ഇപ്പോഴും വെറും ചീപ്പാ, നിന്നെയൊക്കെ ഒരാളിനെ ചൂസ് ചെയ്യുന്ന എനിക്കൊരു പിടിയില്ല, അവരൊക്കെ നിന്റെ കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ എന്റെ ഫാമിലിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതിന് അവരും ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വിളിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ബുധനാഴ്ച കാണാം, കാരണം അന്നേ റിലീസ് ആവത്തുള്ളൂ. സോ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.